സൗദി അറേബ്യൻ പ്രതിനിധി സംഘം ഇറാനിലെത്തിയ സമയത്ത് ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ സൂറത്ത് പാരായണം ചെയ്താണ് അവരെ സ്വീകരിച്ചത്. ഈ വിഷയം വലിയ തരത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ബദർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്ര ചരിത്രത്തിൻ്റെ അടിത്തറ പാകപ്പെട്ട ഒരു യുദ്ധമാണ് എന്നുകൂടി പറയാൻ വേണ്ടി സാധിക്കും. 313 മുസ്ലിങ്ങളും 1000-ഓളം ശത്രുപക്ഷം ചേർന്നുകൊണ്ട് റമദാൻ 17 ഹിജ്റ വർഷം 2-ാം നാളിൽ നടത്തപ്പെട്ട യുദ്ധമായിട്ടാണ് അതിനെ പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 3 മുതൽ 13 വരെ ആയത്തിനോടനുബന്ധിച്ചാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടത്. അത് പ്രതിനിധി സംഘം എത്തി. അത് ആയത്തുള്ള ഖംനായുടെ ഈ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലൂടെ അവരിങ്ങനെ പോകുന്ന സമയത്ത് ആ മേഖലയിൽ എത്തിയ സമയത്താണ് ഈ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടത്. അത് സൗദി അറേബ്യ മാത്രമല്ല, ഖത്തർ, പാലസ്തീൻ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവരൊക്കെ വരുന്ന സമയത്ത് വ്യത്യസ്ത തലത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടും പൗരാണിക കാലത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന ചരിത്രത്തെ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനാസ്പദമായിരിക്കുന്ന സൂറത്തുകളോ ആയത്തുകളോ ഓതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സൗദി അറേബ്യൻ സംഘം എത്തിയ സമയത്ത് ഈ ഓതപ്പെട്ട ഖുർആന്റെ സൂക്തം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പറഞ്ഞത്. ആല ഇമ്രാൻ സൂറത്തിലാണ് ബദർ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ് അതിൻ്റെ തർജ്ജമ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്: അണിനിരന്ന് പരസ്പരം ഏറ്റുമുട്ടിയ ആ 2 വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം സിർട്ടാവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറുവിഭാഗമാകട്ടെ സത്യനിഷേധികളുമാണ്. സത്യനിഷേധികൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുമാറ് അവർ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടി ഉണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നു. സിർട്ടാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ സഹായം നൽകി കരുത്തു പകരുന്നു. തീർച്ചയായും ഉൾക്കാഴ്ച ഉള്ളവർക്ക് അതിൽ ഒരു പാഠമുണ്ട്. ഈ സൂക്തമാണ് അവിടെ ഓതപ്പെട്ടത്. അപ്പോൾ എണ്ണത്തിൽ കുറവ് ഉണ്ടായിട്ടും ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ബദർ യുദ്ധം. സൗദി പ്രതിനിധികൾ എത്തിയ സമയത്ത് ഈ ഖുർആന്റെ സൂക്തം ഓതിയത് ഒരു ഇറാൻ്റെ രാഷ്ട്രീയ നിലപാടായിട്ട് പോലും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തത് എന്നൊന്നും പറയുന്നില്ല. കൃത്യമായിരിക്കുന്ന ഒരു ശത്രുവിനോടാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അത് ഇസ്രായേലിനെയും അമേരിക്കയെ ഉദ്ദേശിച്ചിട്ടാണ്. ഞങ്ങൾ ന്യൂനപക്ഷമാണ്, സൈനികപരമായ ശക്തി കുറവാണ്, ആയുധപരമായ ശക്തി കുറവാണ്, സാമ്പത്തികപരമായിരിക്കുന്ന ശക്തി കുറവാണ്, സഹായിക്കുന്നവരും കുറവാണ്. എന്നിട്ടും ഞങ്ങൾ ആ വലിയ രീതിയിലുള്ള ശക്തിയെ ശത്രുപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാമർശം. 2023 കാലഘട്ടത്തിലാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ചൈനയുടെ മധ്യസ്ഥതയിൽ പൂർണ്ണ രൂപത്തിലാകുന്നത്. ഏറെക്കുറെ 40 വർഷത്തോളം അവർ തമ്മിൽ വലിയ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കഴിഞ്ഞത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നന്നാവും, പിന്നീട് അവിടെ തെറ്റും, വലിയ വിഷയങ്ങളുണ്ടാവും. പിന്നീട് ഒമാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഹൂത്തികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് സഹായിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ട്. അപ്പോൾ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിൻ്റെ രീതിയാണ് അവിടെയും പ്രകടമായത് എന്ന് ചുരുക്കം. എന്നാൽ ഇപ്പോൾ രീതികൾക്കൊക്കെ മാറ്റം വന്നു. ഇറാനുമായി നേരിട്ട് കൊണ്ട് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർശനം കൂടിയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. പഴയ രൂപത്തിലല്ല ഇപ്പോൾ പുതിയ ബന്ധങ്ങൾ ഇറാനുമായിട്ട് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 2023 സൗദിയും ഇറാനും ഉണ്ടാക്കിയിരിക്കുന്ന കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കുക കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുകൂടി വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ ഇറാന് സൗദി അറേബ്യ എതിരല്ല, സഹകരിച്ചുകൊണ്ട് യോജിക്കാൻ പറ്റുന്ന മേഖലയിലൊക്കെ യോജിച്ചുകൊണ്ട് അനീതിക്കെതിരെ നീതി നേടിയ വലിയ രീതിയിലുള്ള വിജയം, അത് ബദർ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. സമാനമായിരിക്കും സ്ഥിതി തന്നെ ഉണ്ടാവും എന്ന് അടയാളപ്പെടുത്തുന്നത്. ഈ ബദർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് മുസ്ലിം പക്ഷം പ്രവാചകരുടെ നേതൃത്വത്തിൽ 313 സൈനികരായിരുന്നു. മുഹാജിറുകളും അൻസാരികളും ചേർന്നുകൊണ്ടാണ് ഈ 313 സഖ്യം വരുന്നത്. ഖുറൈശികൾ, അതായത് മക്കാപക്ഷം എന്ന് പറയുന്നത് അബൂജഹലിൻ്റെ കൂട്ടത്തിൽ 950 മുതൽ 1000 വരെ സൈനികരായിരുന്നു. യുദ്ധത്തിൽ അബൂജഹലിനെ കൊന്നു തള്ളി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സുവിശേഷമായിരിക്കുന്ന കാര്യം.
അബ്ദുള്ള ഇബ്നു മസൂദാണ് ആ കൊല നടത്തിയതെന്ന് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു കൊല നടത്തിയെന്ന് മാത്രമല്ല വലിയ രീതിയിൽ പരാജയം ഉണ്ടാക്കുകയും അതിൻ്റെ മേൽ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിംക്ക് സാധിക്കുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് ബദർ യുദ്ധത്തെ എല്ലാ കാലത്തും അറിയപ്പെടുന്നു, അടയാളപ്പെടുന്നു എന്നുള്ളതും കൂടി ഇതിൽ പ്രസക്തമായിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ശത്രുപക്ഷം മാറിയിട്ടുണ്ടെങ്കിലും അവരുടെ സമീപന രീതികൾ രണ്ടും ഒന്ന് തന്നെ. അന്നത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ ശത്രുപക്ഷം എന്ന് പറയുന്നത് ഈ അബൂജഹലിൻ്റെ വിഭാഗം എന്ന് പറയുന്ന ജൂത വിഭാഗമല്ല, പക്ഷേ അവർ ഏകദൈവ വിശ്വാസത്തെ അംഗീകരിക്കാത്തവരും ബഹുദൈവ വിശ്വാസ ആരാധകരുമാണ്. ആ ഒരു പക്ഷമാണ് അവരുടേതുണ്ടായിരുന്നത്. ഇന്ന് നേരെ കൃത്യമായ രീതിയിൽ ജൂത വിഭാഗവുമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മുസ്ലിം രാജ്യം ഏറ്റുമുട്ടുന്നത്. അതിനേക്കാൾ കഠിനമുള്ള ശത്രുക്കളാണ് എന്ന് ചുരുക്കം. പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് പറയുന്നു, അവരുടെ കണ്ണുനീരിപ്പോഴും അടങ്ങിയിട്ടില്ല, ഇപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ അന്ന് നൽകിയിരിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അത് വല്ലാത്ത രീതിയിലൊരു ആശ്വാസം കിട്ടുന്നതാണ്. പാലസ്തീനികൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന്. അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രവാചകൻ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് പിന്നെ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കുന്ന അവസ്ഥാ കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഫലസ്തീൻ സംഘം ഇറാനിലേക്ക് അയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങുമായിട്ട് എത്തിയ സമയത്ത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ശത്രുവിന് നേരെ തന്നെയാണ് പ്രഹരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയമുണ്ടാവുക തന്നെ ചെയ്യും. താൽക്കാലികമായിരിക്കുന്ന പരാജയവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവരുടെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലസ്തീനികൾക്ക് സാധിക്കുന്ന ഒരു പ്രഭാതം വരാൻ പോകുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങളും അവിടെ വായിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് കേവലം ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതല്ല, ഭാവിയിൽ ആ ഭരണകൂടവും അതിൻ്റെ തുടർച്ചയും എങ്ങനെ ഉണ്ടാവണം എന്നുകൂടി തീരുമാനിക്കുന്ന ഒരു മഹായുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഇറാനെ ശത്രുവായിട്ട് കണ്ടോ അല്ലെ ഇറാനുമായിട്ട് മാറി നിന്നിട്ടോ ഒരു അതിജീവനം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചോ അല്ലാതെയോ ഉണ്ടാക്കുക അസാധ്യമാണ്. മാത്രമല്ല അമേരിക്ക തിരിഞ്ഞ് കളം മാറി ചവിട്ടിക്കഴിഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾക്കോ മുസ്ലിം രാജ്യങ്ങൾക്കോ സാധിക്കില്ല. ഇറാൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യം വീണു എന്ന് തന്നെയാണ് ചുരുക്കം. പിന്നീട് എന്താണോ അമേരിക്ക പറയുന്നത് അത് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി വരും. ഇറാൻ അതിജീവനം കൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാൻ ആയിരിക്കും പ്രസക്തമായിരിക്കുന്ന രാജ്യമായിട്ട് വരിക. അമേരിക്കക്ക് പ്രാധാന്യമായിരിക്കുന്ന ഒരു അംഗീകാരവും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് കൂടി തെളിയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചുരുക്കം.